വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് ഖാലിദ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേറ്ററ്റ്, LP, UP അതുപോലെ തന്നെ ഒട്ടുമിക്ക അധ്യാപക പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ള സൈക്കോളജി സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലേണിംഗ് ആണ് പഠിച്ചുകൊണ്ടത് അല്ലെ, പഠനവും അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് തിയറീസ് ഓഫ് ലേണിംഗ് ആണ്. അപ്പൊ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? പഠനത്തെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ. ഇനി പഠനത്തിന്റെ ഫലമായി ലഭിക്കുന്ന ഗുണങ്ങൾ, നമുക്ക് എന്തൊക്കെ എഫക്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ലേണിംഗിലൂടെ നമുക്ക് എന്തൊക്കെ എഫക്ട്സ് ആണ് ലഭിക്കുന്നത് അല്ലെ, എന്തൊക്കെ ഗുണങ്ങളാണ്, എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത്, എന്തൊക്കെ ഫലങ്ങളാണ് പഠനത്തിലൂടെ ലഭിക്കുന്നത്? പഠനം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്, അനുയോജ്യമായ വ്യക്തിയിൽ വരുന്ന ബിഹേവിയറൽ ചേഞ്ചസ് ആണ്. ഒരു വ്യക്തിയിൽ അനുയോജ്യമായി ഉണ്ടാകുന്ന വ്യവഹാര പരിവർത്തനത്തെയാണ് എന്ത് പഠനമാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ പഠനത്തിന്റെ ഭാഗമായിട്ട് വ്യക്തിക്ക് അനുയോജ്യമായ രീതിയിൽ ആ വ്യവഹാര പരിവർത്തനം ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി പഠനത്തിലൂടെ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കഴിവുകളും അതുപോലെ തന്നെ മനോഭാവവും അതുപോലെ തന്നെ പ്രവർത്തനക്ഷമയും അറിവും ഒക്കെ കൂട്ടാൻ സാധിക്കും. അതൊക്കെ കൂടുതലായിട്ട് അതിനുള്ള മികവ് പുലർത്താൻ സാധിക്കും. അടുത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കാൻ, വ്യക്തിയെ നല്ലൊരു വ്യക്തിത്വം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് പഠനം. പഠനത്തിലൂടെ ഒരു നല്ല വ്യക്തിത്വം ഒരു വ്യക്തി നേടിയെടുക്കുന്നു. അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്വയം പൊരുത്തപ്പെടുന്നതോടൊപ്പം തന്നെ പരിശീലനം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പഠനം. ഇനി മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി ഒരു ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാകും, അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന മറ്റൊരു വസ്തുത കൂടിയാണ് പഠനം എന്ന് മനസ്സിലാക്കുക. പഠനത്തിന് വിവിധ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, പഠനത്തിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ നേടാം എന്നൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ഇന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാം? അതിനുമായി ബന്ധപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് എന്താണ്? പഠന സിദ്ധാന്തം. അപ്പൊ നമ്മള് വിവിധ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. വിവിധ പഠന സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? വ്യവഹാരവാദം എന്ന് മനസ്സിലാക്കാം. അപ്പൊ വ്യവഹാരവാദം എന്ന് പറയുന്ന ഒരു ആവിഷ്കരിച്ചത് ആരാണ് ചോദിച്ചാൽ JB വാട്സൺ 1913. അപ്പൊ മനഃശാസ്ത്രത്തിന്റെ അടിത്തറയിലാണ് വ്യവഹാരവാദം ആവിഷ്കരിച്ചത്. മനഃശാസ്ത്ര പഠനത്തിന്റെ അടിത്തറയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒന്നാണ് വ്യവഹാരവാദം. അത് ആവിഷ്കരിച്ച JB വാട്സൺ 1913. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, വ്യവഹാരവാദികൾ എന്താണ് പറഞ്ഞത്? നിരീക്ഷിക്കാൻ വിദ്യമാവുന്ന ഒന്നിനെ കുറിച്ച് മാത്രമേ പഠനം സാധ്യമാകൂ. നമുക്കൊരു കാര്യത്തെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് മാത്രമേ പഠനം നടത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് വ്യവഹാരവാദികളും ചേഷ്ടവാദികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നിനെ കുറിച്ച് മാത്രമേ പഠനം സാധ്യമാകൂ എന്ന് പറഞ്ഞതാണ് വ്യവഹാരവാദികൾ, ചേഷ്ടവാദികൾ. അതിലെ പ്രമുഖനാണ് JB വാട്സൺ. ഇനി മറ്റു പ്രമുഖരെ കൂടി മനസ്സിലാക്കുക. ആരാണ്? ജെഫ് സ്കിന്നർ, നിയൽ തോണ്ടൈറ്റ്, അതുപോലെ പാവ്ലോവ്. ഇതെല്ലാം വ്യവഹാരവാദികളെങ്കിൽ ചേഷ്ടവാദികൾ. ഇവരെല്ലാം വ്യവഹാരവാദികൾ, ചേഷ്ടവാദികളാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ പറഞ്ഞു നിരീക്ഷിക്കാൻ വിധേയമായ ഒന്നിനെ കുറിച്ച് മാത്രമേ പഠനം സാധ്യമാകുക അല്ലെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വാട്സൺ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയ പരീക്ഷണത്തിലൂടെ എന്താ മനസ്സിലാക്കി? ചോദക പ്രതികരണ ബന്ധത്തിന് അടിസ്ഥാനമായിട്ടാണ് പഠനം നടക്കുന്നത്. ചോദക പ്രതികരണ ബന്ധത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് പഠനം നടക്കുന്നത്. ചോദക പ്രതികരണത്തിന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്? പഠനം നടക്കുന്നത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിന് ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. ആ ഒരു പരീക്ഷണത്തിൽ അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിലേക്ക് ഒരു എലിക്കുഞ്ഞിനെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഈ എലിക്കുഞ്ഞിനെ കൊച്ചുകുട്ടിയുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഭയാനക ഒരു ശബ്ദവും കൂടെ അവിടെ കേൾപ്പിക്കാൻ അവസരമൊരുക്കി. അപ്പൊ ഇത്തരത്തില് കുട്ടി എലിക്കുഞ്ഞിനെ കാണുന്നതോടൊപ്പം തന്നെ ഒരു ഭയാനകമായ ശബ്ദം കേൾക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പൊ കുട്ടിയിൽ ഈ എലിക്കുഞ്ഞിനെ കാണുന്നതോടൊപ്പം തന്നെ ഭയാനകമായ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് ആ കുട്ടിയിൽ ഒരു ഭയം ഉണ്ടാകുകയും കുട്ടി അലറി കരയാൻ തുടങ്ങുകയും ചെയ്യും. അപ്പൊ ഇവിടെ കുട്ടി എലിയെ കാണുന്നതോടൊപ്പം തന്നെ ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ കേൾക്കുന്ന ശബ്ദമാണ് എന്ത്? കുട്ടിയിൽ കരച്ചിൽ ഉളവാക്കുന്നത്. അപ്പൊ ആ ശബ്ദം ഇവിടെ എന്തായിട്ട് വർത്തിച്ചു? ശബ്ദം ഒരു ചോദകമായിട്ട് പ്രവർത്തിച്ചു. അപ്പൊ ശബ്ദം ചോദകമായി, ഭയാനകമായ ശബ്ദം ചോദകമായി പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായിട്ട്, അതിന്റെ പ്രതികരണമായിട്ട് കുട്ടിയിൽ കരച്ചിൽ ഉളവാക്കുകയും ചെയ്യും. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പഠനം നടക്കുന്നു. കുട്ടിയുടെ എന്താണ്? കുട്ടി ആ ഭയാനക ശബ്ദം കേട്ടതോടെ കരയുന്നു. അപ്പൊ ആ ചോദക പ്രകടനത്താൽ ബന്ധത്തിൽ അടിസ്ഥാനമാണ് പഠനം. ഇവര് ചോദകവും പ്രകടനവും ബന്ധത്തിലാണ് എന്തിവിടെ നടന്ന പഠനം നടന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതൊന്ന് മനസ്സിലാക്കാം. ഉപദ്രവകാരി അല്ലാത്ത ഒരു എലിക്കുഞ്ഞിന് ആ ശബ്ദം എലിക്കുഞ്ഞോടൊപ്പം ശബ്ദം കേൾക്കുമ്പോഴാണ് കുട്ടിയിൽ എന്താണ്? ആ ഭയം ജനിപ്പിക്കുന്ന, ഭയം ഉണ്ടാകുന്നത്. അപ്പൊ ഭയം അവിടെ ഉണ്ടാകുകയാണ് ചെയ്തത്. അപ്പൊ ഇത്തരത്തില് കുട്ടിയിൽ ചോദകമായ ശബ്ദം, ആ ശബ്ദം എന്താണ്? ഭയാനക ശബ്ദം ചോദകമായി പ്രവർത്തിക്കുകയും അതിന്റെ ഫലമായിട്ട് കുട്ടി കരച്ചിലായിട്ട് പ്രതികരണം ഉളവാക്കുകയും ചെയ്യും. അതാണ് JB വാട്സൺ ഈ പറയുന്ന നിരീക്ഷണം. അദ്ദേഹത്തിന്റെ നിരീക്ഷണം, ഒരു പരീക്ഷണം അദ്ദേഹം ഇത്തരത്തിലാണ് തെളിയിച്ചത്. അത് ക്ലിയർ ആയല്ലോ അല്ലെ.
അപ്പൊ നമ്മൾ ഇനി അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് വിവിധ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ചാണ്. അപ്പൊ വിവിധ പഠന സിദ്ധാന്തങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇ.എൽ. തോണ്ടൈക്കൻ എന്ന പഠന സിദ്ധാന്തമാണ്. അതാണ് ശ്രമ പരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പൊ ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു വ്യവഹാരവാദിയായ ഇ.എൽ. തോണ്ടൈക്കിന്റെ പഠന സിദ്ധാന്തമാണ്. മനസ്സിലാക്കാം. ഇനി എന്താണ് ശ്രമ പരാജയ സിദ്ധാന്തം? മറ്റൊരു പേരെന്ന് വെച്ചാല് ബോണ്ട് തിയറി അല്ലെങ്കിൽ എന്താണ് ബന്ധ സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നു. അപ്പൊ ശ്രമ പരാജയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ തിയറി, അതിന്റെ മറ്റൊരു പേരാണ് ബന്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ബോണ്ട് തിയറി. ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കാം, ഈ പറയുന്ന നമ്മള് പഠന സിദ്ധാന്തങ്ങൾ, അതിന്റെ ചേഷ്ടവാദികൾ, വ്യവഹാരവാദികളുടെ പഠന സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ശ്രമപരാജയ സിദ്ധാന്തം. ഇ.എൽ. തോണ്ടൈക്കിന്റെ ശ്രമപരാജയ സിദ്ധാന്തം പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഇവിടെ അദ്ദേഹം എന്താണ് ചോദക പ്രതികരണം തമ്മിലുള്ള ബന്ധത്തെയാണ് വിശദീകരിച്ചത്. ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുന്ന പഠന സിദ്ധാന്തം ഏതാണ്? ശ്രമ പരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. ഇനി മറ്റൊരു പേരെന്താണ്? ബന്ധ സിദ്ധാന്തം അല്ലെ. ഇവിടെ മനസ്സിലാക്കുന്നത് ബന്ധ സിദ്ധാന്തം ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ള യാന്ത്രിക പ്രക്രിയയാണ് പഠനം എന്ന് നിർദ്ദേശം അല്ലെങ്കിൽ അതിനെ കുറിച്ച് പരാമർശിച്ച ആരെന്ന് വെച്ചാൽ ഇ.എൽ. തോണ്ടൈക്കാണ്. എന്താണ്? ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യാന്ത്രിക പ്രക്രിയയാണ്, ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള യാന്ത്രിക പ്രക്രിയയാണ് പഠനം എന്ന് അങ്ങനെ പരാമർശിച്ച ആരാണ്? ഇ.എൽ. തോണ്ടൈക്കാണ് അല്ലെ. അദ്ദേഹം പറഞ്ഞത് ബന്ധ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ബോണ്ട് തിയറിയുടെ ഉപജ്ഞാതം എന്നറിയപ്പെടുന്ന ആരാണ്? ഇ.എൽ. തോണ്ടൈക്കാണ്. അത് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു യാന്ത്രിക പ്രക്രിയയാണ് പഠനം എന്ന് പരാമർശിച്ചതാണ് ഇ.എൽ. തോണ്ടൈക്ക്. ബന്ധ സിദ്ധാന്ത ഉപജ്ഞാവ് ആര് തന്നെയാണ്? ഇ.എൽ. തോണ്ടൈക്കാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് ചോദകവും പ്രതികരണവും നമ്മുടെ ബന്ധത്തിലൂടെയാണ് പഠനം നടക്കുന്നത്. ചോദക പ്രതി ബന്ധത്തിലൂടെയാണ് പഠനം നടക്കുന്നതെന്ന് പരാമർശിച്ചാരാണ്? ഇ.എൽ. തോണ്ടൈക്കാണ്. ഇനി മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഇത്തരത്തിൽ ചോദകവും പ്രതികരണത്തിന്റെ ഒരു സംയോഗത്തിലൂടെയാണ് പഠനം നടക്കുന്നത്. ചോദക പ്രതികരണത്തിന്റെ സംയോഗത്തിന് അല്ലെങ്കിൽ ബന്ധത്തിന്റെ ഫലമായാണ് പഠനം നടക്കുന്നത് പരാമർശിച്ചു. ഇനി അതുപോലെ തന്നെ ചോദകവും പ്രതികരണവും അതിന്റെ ആവർത്തനമാണ് ഇവിടെ പ്രസക്തം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചോദകവും പ്രതികരണവും അതിന്റെ ആവർത്തനമാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ട്. ഇനി എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് മറ്റു കാര്യങ്ങൾ? അപ്പൊ എന്താണ് ചോദകം എന്നാൽ? ഒരു ജീവിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചോദകം നന്നായി പ്രവർത്തിച്ച് ഒരു ജീവിയിൽ എന്ത് പ്രവർത്തിക്കുന്ന പ്രതികരണം ഉളവാക്കും. അത്തരത്തിൽ ചോദകം ജീവിയിൽ പ്രവർത്തിച്ച് പ്രതികരണം ഉളവാക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സാണെന്ന് കൂടെ അദ്ദേഹം പരാമർശിച്ചു. ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തോണ്ടൈക്കിന്റെ എന്താണ് ഈ പറയുന്ന ബന്ധ സിദ്ധാന്തത്തിലെ 3 ഘടകങ്ങൾ അധിഷ്ഠിതമാണ്. തോണ്ടൈക്കിന്റെ ബദ്ധ സിദ്ധാന്തം അല്ലെങ്കിൽ ശ്രമപരാജയ സിദ്ധാന്തം 3 ഘടകങ്ങൾ അധിഷ്ഠിതമാണ്. ഏതൊക്കെയാണ് ഒരു ഘടകം എന്ന് വെച്ചാൽ പരിസ്ഥിതിയോ ഒരു സംഭവമായ ചോദക ഘടകം. പരിസ്ഥിതിയോ ഒരു സംഭവമായ ചോദക ഘടകം. ഇനി ഒരു വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതികരണ ഘടകം. അപ്പൊ പരിസ്ഥിതി ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു ചോദക ഘടകം, ഇനി വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതികരണ ഘടകം. അതോടൊപ്പം തന്നെ ഓരോ ചോദകവും ഏതെങ്കിലും തരത്തിലെ പ്രതികരണത്തോട് ബന്ധപ്പെടുമെന്നും അങ്ങനെ വ്യവഹാര മാതൃകയ്ക്ക് കാരണമാകുന്ന ഉറപ്പുവരുത്തുന്ന ഒരു ബന്ധത്തിന് രൂപവൽക്കരണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ. അങ്ങനെ പരിസ്ഥിതിയും അതായത് പരിസ്ഥിതിയും അതുപോലെ ഒരു സംഭവമായി അടങ്ങിയിട്ടുള്ള ഒരു ചോദക ഘടകം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റെന്താണ്? ഒരു വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതികരണ ഘടകം ഉണ്ടായിരിക്കും. ഇനി ഓരോ ചോദകത്തിനും ഓരോ പ്രതികരണവും ഇനി അങ്ങനെ വ്യവഹാരം മാതൃകയ്ക്ക് കാരണമാകുന്നത് എന്നാൽ ഉറപ്പുവരുത്തുന്ന ബന്ധത്തിന്റെ ഒരു രൂപവൽക്കരണമാണ് ഇവിടെ 3 ഘടകങ്ങളായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? ഒരു ചോദകം കാണും, ഒരു പ്രതികരണം കാണും, പിന്നെ ആ ഒരു വ്യവഹാരത്തിന് കാരണമാകുന്ന ഒരു ബന്ധം അല്ലെ, വ്യവഹാരത്തിന് മാതൃകയ്ക്ക് കാരണമാകുന്ന ഉറപ്പുവരുന്ന ഒരു ബന്ധം. ഇത് ഇത്രയും 3 ഘടകങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ബന്ധ സിദ്ധാന്ത പ്രധാന ഘടകങ്ങളെന്ന് മനസ്സിലാക്കുക. ബന്ധ സിദ്ധാന്തത്തിലെ അല്ലെങ്കിൽ ബോണ്ട് തിയറിയിലെ ബന്ധ സിദ്ധാന്ത പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി അല്ലെങ്കിൽ സംഭവം, അതൊരു ചോദക ഘടകമായിട്ട് വർത്തിക്കുന്നു. ഇനി എന്താണ്? ഒരു വ്യവഹാരം എന്ന് പറയുന്നത് വ്യവഹാരത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രതികരണ ഘടകവും. അതായത് പരിസ്ഥിതി സംഭവമാണ് അവിടെ ചോദക ഘടകം. ഇനി അതിന്റെ ഭാഗമായിട്ട് പ്രതികരണം ഉണ്ടാവും. അപ്പൊ വ്യവഹാരത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രതികരണ ഘടകം. ഈ ഓരോ ചോദകവും ഓരോ പ്രതികരണവും ബന്ധപ്പെട്ട് ഓരോ ചോദകവും ഓരോ പ്രതികരണം ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വ്യവഹാര മാതൃകയ്ക്ക് കാരണമാകുന്ന ഒരു ബന്ധവും അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരത്തിൽ 3 ഘടകങ്ങൾ ചേർന്നാണ് തോണ്ടൈക്കിന്റെ ഈ പറയുന്ന ബദ്ധ സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം പറയുന്നത് എന്താണ്? മനസ്സ് ടെലിഫോൺ സ്വിച്ചിന്റെ ബോർഡ് പോലെ പ്രവർത്തിച്ച് ചോദകങ്ങളെ തിരഞ്ഞെടുക്കുകയും അനുയോജ്യമായ പ്രതികളെ ബന്ധപ്പെടുകയും ചെയ്യുന്നു തോണ്ടൈക്ക് നിരീക്ഷിച്ചു. അപ്പൊ മനസ്സ് എന്ത് ചെയ്യുന്നു? ഈ ഫോണിന്റെ സ്വിച്ച് ബോർഡ് പോലെ പ്രവർത്തിക്കുന്നു. ടെലിഫോണിന്റെ സ്വിച്ച് ബോർഡ് പോലെ പ്രവർത്തിച്ച് അനുയോജ്യമായ എന്ത് ചെയ്യുന്നു? ചോദകങ്ങളെ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രതികരണവും കൂടി പ്രതികരണവുമായി ബന്ധപ്പെടുത്തുകയാണ് ചെയ്യുന്നത് തോണ്ടൈക്ക് പരാമർശിച്ചു. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ഫോണിന്റെ സ്വിച്ച് ബോർഡിനോട് കമ്പയർ ചെയ്താൽ അതിന് ഓരോ
എന്താണ് ഓരോ പറയുന്ന ചോദകങ്ങൾ അത് ആ സ്വിച്ച് ബോർഡിൽ തിരഞ്ഞെടുക്കുന്ന അനുസരിച്ച് ഓരോ ബട്ടൺ തിരഞ്ഞെടുക്കുന്ന പോലെ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അതനുസരിച്ച് പ്രതികരണം ഉളവാക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പരാമർശിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇയൽ തോണ്ടൈക്കിന്റെ ബദ്ധസിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ്? ഒരു ചോദക ഘടകം, ആ ചോദക ഘടകം പരിസ്ഥിതിയോ സംഭവമോ ആകാം. ഇനി വ്യവഹാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രതികരണ ഘടകമായിരിക്കും. ഇനി എന്താണ് പറഞ്ഞത്? മൂന്നാമത് മനസ്സിലാക്കേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ ഓരോ ചോദ്യത്തിനും ഒരു പ്രതികരണ ഘടകം ഉണ്ടായിരിക്കും, പ്രതികരണ ഘടകം ഉണ്ടായിരിക്കും. ഇനി അതിനോട് അനുബന്ധിക്കുന്ന ഒരു വ്യവഹാരത്തിന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യവഹാരത്തിന് മാതൃകയായിട്ട് അല്ലെങ്കിൽ അത് ബന്ധപ്പെടുത്തിയായിട്ട് ഒരു ഘടകവും കൂടെ കാണുന്നു. അത്തരത്തിൽ വ്യവഹാരത്തിന് മാതൃകയായിട്ടുള്ള ബന്ധം കൂടെ ഇവിടെ പരാമർശിച്ചു. ചോദക പ്രതികരണം പറയുന്നുണ്ട്, അതുപോലെ തന്നെ വ്യവഹാര മാതൃകയുള്ള ബന്ധവും അവിടെ ഊന്നി കൊടുക്കുന്നു. ആ 3 ഘടകങ്ങളും കൂടി ചേർന്നാണ് എന്ത് പറഞ്ഞത്? ചോദക പ്രതികരണ ബന്ധം എന്ന് മനസ്സിലാക്കി വയ്ക്കും. അപ്പോൾ ഇയൽ തോണ്ടൈക്കിന്റെ ശ്രമപരായ സിദ്ധാന്തം അദ്ദേഹം ആവിഷ്കരിച്ചത് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് അല്ലെ. ആ പരീക്ഷണം എന്ന് പറയുന്നത് ഒരു പൂച്ചയാണ് അദ്ദേഹം പരീക്ഷണ വസ്തുവായിട്ട് ഉപയോഗപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹം പൂച്ചയെ ഒരു പ്രശ്നപേടകത്തിലേക്ക് അടച്ചിട്ടു. വിശക്കുന്ന ഒരു പൂച്ചയാണ് അദ്ദേഹം പ്രശ്നപേടകത്തിൽ അടച്ചിട്ടത്. ഇനി പേടകത്തിന്റെ വാതില് ഒരു വില്ലമർത്തിയാൽ തുറക്കുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരുന്നത്. ഈ പൂച്ച കിടക്കുന്ന പേടകത്തിന് കുറച്ച് അടുത്തായിട്ട് തന്നെ അദ്ദേഹം ഒരു മത്സ്യത്തെ വെച്ചു. ഇനി ഇവിടെ പൂച്ചയുടെ ആ വിശക്കുന്ന പൂച്ചയ്ക്ക് പ്രേരകമായി തീർന്നത് ആ മത്സ്യത്തിന്റെ ഗന്ധമായിരുന്നു. ഇത്തരത്തിൽ പൂച്ച വിശപ്പ് സഹിക്കാതെ പേടകത്തിനുള്ളിൽ പല ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പുറത്ത് കടക്കാൻ പല രീതിയിൽ ശ്രമിച്ചു. കൈയും കാലും ഒക്കെ ഇട്ട് വളരെ ചെറിയ സ്പേസിൽ കൊണ്ട് തന്നെ പുറത്ത് കടക്കാനൊക്കെ ശ്രമിച്ചു നോക്കി, സാധിച്ചില്ല. കൈയൊക്കെ ഇട്ട് പുറത്തൊക്കെ ഇട്ട് എടുക്കാൻ നോക്കി, സാധിച്ചില്ല. എങ്ങനെയോ ആ പൂച്ചയുടെ കൈകള് ആ വില്ലിൽ അമർത്തപ്പെടുകയും വാതിൽ തുറക്കുകയും ചെയ്തു. അങ്ങനെ പൂച്ചയ്ക്ക് അതിന്റെ ഭക്ഷണമായ മത്സ്യത്തിനടുത്തേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പൊ ഇവിടെ പൂച്ച ഓരോ പ്രാവശ്യം പൂച്ച ഇങ്ങനെ ഈ പേടകത്തിൽ അടച്ചിട്ട് ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഓരോ ആവൃത്തിയിലും പൂച്ച ഈ വില്ല് അമർത്തി ഈ വാതിലിറക്കുന്ന സമയം കുറഞ്ഞു വന്നു. അപ്പൊ ആവർത്തനത്തിലൂടെയുള്ള ആ ഒരു പരീക്ഷണം നടക്കുന്നതനുസരിച്ച് പൂച്ച ഈ വില്ല് തുറന്ന് മത്സ്യം എടുക്കാൻ എത്തുന്ന ആ സമയം കുറഞ്ഞു വന്നു. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? പൂച്ചയുടെ ക്രമേണ ആ വില്ലമർത്തിയാൽ വാതിൽ തുറക്കുമെന്നുള്ളൊരു ആ ഒരു ഐഡിയ പൂച്ചയുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു അല്ലെ. അപ്പൊ തെറ്റുകൾ ചെയ്ത് അല്ലെങ്കിൽ തെറ്റുകളിലൂടെ തെറ്റ് തിരുത്തി എന്ത് ചെയ്തു? ശരിയിലേക്ക് എത്താൻ പൂച്ചയ്ക്ക് അവിടെ സാധിച്ചു. അപ്പൊ തെറ്റ് തിരുത്തി ശരിയിലേക്ക് എത്തുന്നതാണ് ഇവിടെ പഠനം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ തെറ്റിലൂടെ ശരിയിലേക്ക് നീങ്ങാനുള്ള യാന്ത്രിക പ്രക്രിയയാണ് പഠനം എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അപ്പൊ ഇത്തരത്തിലൊരു നിരീക്ഷണത്തിലൂടെ, ഇത്തരത്തിലുള്ള പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത് എന്താണ്? തെറ്റ് തിരുത്തി അല്ലെങ്കിൽ തെറ്റിലൂടെയാണ് ഇവിടെ എത്തിയത് ശരി എന്ന പഠനത്തിലേക്ക് എത്തി. അപ്പൊ തെറ്റ് തിരുത്തി പല പരീക്ഷണങ്ങൾ തെറ്റ് തിരുത്തി ഇവിടെ ശരിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? പഠനം എന്ന് അദ്ദേഹം മനസ്സിലാക്കി തരുന്നത് ഇത്തരത്തിലുള്ളൊരു പരീക്ഷണത്തിലൂടെ. പരീക്ഷണം മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ശ്രമപരാജയ സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി. മനസ്സിലായോ? അപ്പൊ അതാണ് ആ പറയുന്ന എക്സ്പെരിമെന്റ്. ഇനി അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ ചില പഠന നിയമങ്ങൾ, പഠന സിദ്ധാന്തത്തോടൊപ്പം ചില പഠന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഏതൊക്കെയാണ് പഠന നിയമങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെയാണ് ഇയൽ തോണ്ടൈക്കിന്റെ ആ പഠന നിയമങ്ങൾ നോക്കാം. പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ പഠന നിയമങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധാ നിയമം അല്ലെ, ലോ ഓഫ് റെഡിനെസ്. സന്നദ്ധാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ്. അടുത്തത് ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇഫക്റ്റ്. ഫല നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഇഫക്റ്റ്. അടുത്ത എന്താ പറയുന്നത്? അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ്. അപ്പൊ പഠന സിദ്ധാന്തം, ശ്രമപരാജയ സിദ്ധാന്തം ബന്ധപ്പെട്ട് അദ്ദേഹം അതിനോടൊപ്പം തന്നെ ചില പഠന നിയമങ്ങളോട് ആവിഷ്കരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സന്നദ്ധാ നിയമം, ഫല നിയമം, അതുപോലെ അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എഫക്ട്, അതുപോലെ ലോ ഓഫ് എക്സസൈസ്. അപ്പൊ ഈ നിയമങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളാണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. ഈ ചാനലിലൂടെ അടുത്ത ക്ലാസ്സുകൾക്കായി വെയിറ്റ് ചെയ്യാം. ലെറ്റ്സ് ബൈ ഫ്രം മീ. താങ്ക് യു.